ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് വരുന്നത്. അതായത് ജാഗോറിൻ്റെ പല മോഡലുകളും പല അക്സസറീസും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇന്ന് അത്യാവശ്യം ഇന്ത്യയിൽ നല്ലൊരു ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുന്ന അത്യാവശ്യം നമ്പർ വൺ ബ്രാൻഡുകളിൽ ഒന്നാണ് നമ്മുടെ ഈ ജാഗർ എന്ന് പറയുന്നത്. ജാഗർ, സെറ, അതുപോലെ നമ്പർ വൺ ഗ്രോഹ്, അങ്ങനെ ഒരുപാട് കമ്പനികൾ നമ്പർ വണ്ണിലുണ്ട്. അതിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം സർവീസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുന്ന ഇത്ര വർഷം ഗ്യാരണ്ടി. അത് മാത്രമല്ല, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കസ്റ്റമേഴ്സിൻ്റെ വീട്ടിൽ വന്ന് അവർ റെഡിയാക്കി തരുന്നു. ജാഗോറിൻ്റെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നൊരു പ്രൊഡക്ട്സാണ് ജാഗോർ. നമുക്കതിലൊരു ടാപ്പാണ്, അതായത് പില്ലർ കോക്കാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് വാഷ് ബേസിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഇത് കോമൺ വാഷ് ബേസിൻ നമുക്കൊക്കെ വേണമെങ്കിൽ കോമൺ വാഷ് ബേസിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്ട്സാണ്. അതിൻ്റെ ഗ്ലേസിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ജാഗോർ അതിൻ്റെ ആ ക്വാളിറ്റി മെയിൻ ചെയ്തിട്ടുണ്ട്. അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് അതിൻ്റെ ഓരോ പ്രൊഡക്ട്സും ഇറക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ആ ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്പിൻഡിൽ, അതായത് നമ്മൾ ആ തിരിക്കുന്ന ലിവറില്ലേ, അത് സ്പിൻഡിലും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓൾറെഡി ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫോമിംഗ് സിസ്റ്റം വരുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ഒരു നെറ്റ് പോലെ. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ വേട്ടാളൻ്റെ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ചകളുടെയൊക്കെ കൂടിൻ്റെ ആ അടിവശമൊക്കെ കാണുന്ന പോലെയുള്ള ചെറിയ ഹോളുകൾ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഓൾറെഡി നെറ്റ് കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോമിംഗ് ലെവൽ നല്ല പ്രഷർ അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ നല്ല പതഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക ടാപ്പുകളും തന്നെ ആ ലെവലിലേക്കായി മാറി കഴിഞ്ഞാൽ ഭയങ്കര ഫോഴ്സിൽ വന്ന് വീഴുന്നതല്ല, അത് പതഞ്ഞതിന് ശേഷമാണ് നമുക്ക് വെള്ളം പുറത്തേക്ക് കിട്ടുന്നത്. ജാഗോറിൻ്റെ തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ സ്പിൻഡിൽ കണ്ടോ, വളരെ സ്മൂത്താണ്. സ്പിൻഡിൽ എന്ന് ഉദ്ദേശിച്ചാൽ അതിൻ്റെ അകത്ത് വരുന്ന സ്പിൻഡിലാണ് നമ്മൾ കൊടുക്കുന്ന വെള്ളവും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നതിൻ്റെ അകത്ത് വരുന്ന സ്പിൻഡിലാണ്. അതിൻ്റെ വളരെ സ്മൂത്താണ്, വളരെ മെറ്റീരിയൽ എല്ലാം തന്നെ സ്മൂത്തായിട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അത് ടൈറ്റ് ചെയ്യുന്നത് കണ്ടോ, ലെങ്തിയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പല വാഷ് ബേസുകളുടെ ടാപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പല വാഷ് ബേസിൻ്റെ ടാപ്പുകളും നമ്മൾ ഈ ഫിറ്റിങ്സുകളെല്ലാം വാഷ് ബേസിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണക്ഷൻ പൈപ്പ് ഇടാറില്ല, ഗ്യാപ്പ് കിട്ടാറില്ല. പക്ഷേ അത് ജാഗോർ അത് അറിഞ്ഞ് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് കണക്ഷൻ പൈപ്പ് ഫുള്ളായിട്ട് തന്നെ കയറ്റി ഇടാനും അതുപോലെ തന്നെ ലീക്ക് വരാത്ത രീതിയിലും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ മോൾഡിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ക്വാളിറ്റി എപ്പോഴും ജാഗോർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ കമ്പനി അവോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞു. അതായത് നേരത്തെ പറഞ്ഞ എമൗണ്ട് തന്നെയാണ് ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത് 1975. എന്തായാലും നമുക്കൊരു 10% ഡിസ്കൗണ്ടിൽ നമുക്ക് എന്തായാലും വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഓൾറെഡി ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. ഉണ്ടോ, ഓൾറെഡി ഇത് ഹാഫ് പെഡസ്റ്റലാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസൻ ഒരു 18 ഇഞ്ചിൻ്റെ വാഷ് ബേസിനാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന രീതി വളരെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. വേണ്ട, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഫോമിംഗ് ലെവലിൽ തന്നെ വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല പ്രഷറും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയാണെങ്കിൽ ആ പ്രഷർ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ് ബേസിൽ നമ്മൾ കൈ കഴുകിയോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഹൈ പ്രഷർ താഴെ ഒന്ന് ഇടിച്ച് നമ്മുടെ മേത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തേക്ക് തെറിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോമിംഗ് ലെവൽ നന്നായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം തെറിക്കുന്ന സിസ്റ്റം മാക്സിമം ഒഴിവാക്കാം. എന്നാൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പതഞ്ഞ് തന്നെയാണ് നമുക്ക് ആ വെള്ളം കിട്ടുന്നത് തന്നെ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.